സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് அந்த மைக் மாதிரி கேட்கறது இல்லை, அந்த பக்கம் போயிட்டு இருக்கு. கொஞ்சம் கொஞ்சம் ஜன்மாத்யஸ்ய யதோன்வயாதிதரதஸ்ய அர்த்தேஷு அபிஜ்ஞஸ்வராட் तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषां धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि कस्मै येन विभासितो यमतुलो ज्ञानप्रदीपः पुरा तद्रूपेण च नारदाय मुनये कृष्णाय तद्रूपिणां योगीन्द्राय तदात्मनाथ भगवद्राताय कारुण्यतः तच्छुद्धं विमलं विशोकममृतं सत्यं परं धीमहि धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदम् तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैः ईश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तक्षणात् निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसम् आलयं मुहुरहो रसिकाः भुवि भावुकाः सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। श्रियाश्लिष्टो विष्णुः स्थिरचरवपुर्वेदविषयो धियां साक्षी शुद्धो हरिरसुरहन्ताब्जनयनः गदीशङ्खी चक्री विमलवनमाली स्थिररुचिः शरण्यो लोकेशो मम भवतु कृष्णोऽक्षिविषयः। नित्योत्सवं भवत्येषां नित्यश्रीः नित्यमङ्गलम् येषां हृदि स्तो भगवान् मङ्गलायतनो हरिः। ആരുടെ ഹൃദയത്തില് ഭഗവാന്റെ നിത്യസാന്നിധ്യം ഉണ്ടോ അവരുടെ ജീവിതമാണ് ഇപ്പൊ പറഞ്ഞത് നിത്യ ഉത്സവം ഭവതി. എല്ലാ ദിവസവും ഉത്സവമാണ്. നിത്യശ്രീ എപ്പോഴും ഐശ്വര്യമാണ്. നിത്യമംഗളം എപ്പോഴും മംഗളമാണ്. യേശാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരി. എന്താന്ന് വെച്ചാൽ ഭഗവാനാണ് മംഗളത്തിന് ഇരിപ്പിടം, ആയതനം. അങ്ങനെ ഭഗവത് ധ്യാനം നമുക്ക് എപ്പോൾ ഉണ്ടാവുന്നോ അതൊക്കെ ജയന്തി ആണ്. ജയന്തി, ജയതി, ജയിക്കുന്നു. എപ്പോഴാ ജയം? ഭഗവാൻ ഹൃദയത്തിൽ വരുമ്പോൾ. ഭഗവത് ഭക്തി, ഭഗവത് അനുഭവം സാധിക്കുമ്പോൾ ജയിച്ചു. അധ്യാത്മമായ ജയം അതാണ്, സ്പിരിച്വൽ വിക്ടറി അതാണ്. ലൗകികമായിട്ട് ജയിക്കാൻ കുറച്ച് പണം ഉണ്ടാക്കിയാൽ മതി. പഠിക്കണം എന്ന് പോലും ഇല്ല, ഒട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ മന്ത്രിയൊക്കെ ആവും.
പക്ഷേ നമ്മളുടെ ഉള്ളില് നമ്മൾ ജയിച്ചു എന്ന് പറയണമെങ്കിൽ, നമ്മുടെ ജീവിതം തൃപ്തികരമാകണമെങ്കിൽ, സന്തുഷ്ടമാവണമെങ്കിൽ ഭഗവാന്റെ ഹൃദയത്തിൽ ഭഗവത് സ്മരണം വേണം. നോക്കൂ, കുറച്ചു നേരം കറണ്ട് ഇല്ല, മുകളിൽ നല്ല ചൂടാണ് അല്ലേ, ഇതാണ്. അപ്പൊ എന്താ, ഇത്തിരി ഒരു തണുപ്പ് കിട്ടുമോ, ഒരു കാറ്റ് കിട്ടുമോ എന്ന് തോന്നും. ഇതുപോലെയാണ് സംസാരമേ. വാസ്തവമായി വിഷമുണ്ട് അല്ലേ. ചൂട്, മേലെ ആസ്ബസ്റ്റർ ഷീറ്റ്, പോരാ കുറയ്ക്ക് ഒരുപാട് ആളുകൾ തിക്കി തിരക്കി ഇരിക്കേണ്ടിയും വരണു. അപ്പൊ നമുക്ക് വേർക്കും ചുടും വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് താപം എന്ന് പറഞ്ഞത്. ഈ താപം, പുറത്തുള്ള താപം നമുക്കിപ്പോൾ. ഇതേപോലെ ജീവിതത്തിലും പലവിധ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി വരണോ, എപ്പോഴൊക്കെ അധർമ്മം ഉയർന്നു വരുന്നു, അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് ഗീതയിൽ വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ് അല്ലേ. ഒരുപാട് സീരിയലില് ആരംഭത്തിൽ ഈ ശ്ലോകം തെറ്റി പറഞ്ഞ് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇതൊരു ചരിത്ര സംഭവമായിട്ടാണ് കണക്കാക്കണത്. അതായത് ഏതോ ഒരു കാലത്തിൽ ധർമ്മത്തിന് ഗ്ലാനി വന്നു, അധർമ്മം തലതൂക്കിയപ്പോൾ ഭഗവാൻ അവതരിച്ചു, അല്ലെങ്കിൽ ഇനി അവതരിക്കും. അങ്ങനെയല്ല, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ധർമ്മത്തിന് ഗ്ലാനി വരും. ധർമ്മം എന്ന് വെച്ചാൽ സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, ക്ഷമ, ആർജവം, ഇതൊക്കെയാണ് ധർമ്മം. അധ്യാത്മ സാധന ചെയ്യാനുള്ള ശക്തിയാണ് ധർമ്മം. കള്ളം പറയേണ്ടി വരിക, അതാണ് അധർമ്മം. ഈ ഓഫീസിൽ കള്ളം പറയാതെ പറ്റില്ല, പലരും പറയും, അതാണ് അധർമ്മം. മറ്റുള്ളവരുടെ കയ്യിലുള്ള പണം എൻ്റെ കയ്യിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക, ഇതാണ് മോഷണം, അത് അധർമ്മം. ആരെങ്കിലുമൊക്കെ വെറുക്കുക, ദ്വേഷിക്കുക, ഇതാണ് അധർമ്മം. ഇതൊക്കെ ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ വരുമല്ലോ. ഈ അറിവ്, അധ്യാത്മമായ അറിവ് വരുന്നവരെ എല്ലാവരുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള ദോഷം, ദ്വേഷം, മാത്സര്യം അല്ലേ. സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ മാത്സര്യമാണ് കുട്ടിക്കാലം മുതൽ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. അവനേക്കാളും നീ മാർക്ക് വാങ്ങിച്ചു. വളരെയധികം ചിന്തിച്ച് അങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞ് റാങ്കൊക്കെ എടുത്തു കളഞ്ഞു. ഇപ്പോൾ പല സ്ഥലത്തും റാങ്കൊന്നും പാടില്ല, കാരണം കമ്പാരിസൺ വരാൻ പാടില്ല. മാത്സര്യ ബുദ്ധി ഇല്ലാതെ കുട്ടികൾ പഠിക്കണം, സാധിക്കും. അപ്പോഴും ചോദിക്കും അവനെങ്ങനെയാ, എ ഗ്രേഡ് ബി ഗ്രേഡ് ആവും. അപ്പം നിർമത്സരാണാം സതാം വേദ്യം, ഭാഗവതം പറഞ്ഞു, ഒരു കോമ്പറ്റീഷനും ഇല്ലെങ്കിലേ ഭക്തി വരുള്ളൂ എന്നാണ്. എനിക്ക് അവനെക്കാളും മേലെ, ഇവനെക്കാളും മേലെ എന്ന് ധരിക്കുക, അപ്പൊ അതൊക്കെ അധർമ്മമാണ്. ഇതൊക്കെ നമ്മൾക്ക് സർവസമഭാവത്തിന് ഗ്ലാനി വരികയാണ്. സർവസമഭാവമാണ് ധർമ്മം. സർവസമഭാവം അത്ര എളുപ്പത്തിലൊന്നും വരില്ല. അത് വളരെ ഉയർന്ന പരമഭാഗവതന്മാരുടെ സ്ഥിതിയാണ്. സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഭഗവാൻ പറഞ്ഞു, എപ്പോഴാണോ എല്ലാവരും സമമായിട്ട് ഒരു വസ്തുവിനെ കാണുന്നത്, ഒരേ ആത്മാവിനെ കാണുന്നത്, അപ്പോ ആണ് ഭക്തി വരികയെന്ന്. അപ്പൊ നമുക്ക് എപ്പോ ഭക്തി വരും അല്ലേ? സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. ഇങ്ങനെയുള്ളവൻ ഉത്തമ ഭക്തനാണെന്ന്. എല്ലാവരിലും ഭഗവാനെ കാണുന്നു. അത് എല്ലാവരിലും എന്ന് വെച്ചാൽ സർവത്ര, സർവ മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ ഭഗവാനെ കാണുമ്പോൾ ഒരു പ്രിയം വരും, ഒരു അലൗകികമായ പ്രിയം വരുന്നതിന് പേരാണ് ഭക്തി എന്ന് പറഞ്ഞു. ആ ഉയർന്ന തലം പോട്ടെ, കുറച്ചെങ്കിലുമൊക്കെ മനസ്സ് സന്തോഷമായി, സമാധാനമായി, ഭഗവത് നാമമൊക്കെ ജപിച്ച് ഭഗവാനെ ധ്യാനിച്ചൊക്കെ ഇരിക്കാൻ സാധിക്കാതെ വരുന്നതിന് പേരാണ് ഗ്ലാനി, വ്യക്തിഗതമായ ഗ്ലാനി. ഇങ്ങനെ കുറെ വ്യക്തികൾ ചേരുമ്പോൾ സമൂഹത്തിൽ ഗ്ലാനി വരും.
കുറേ വ്യക്തികൾക്ക് കൂടിച്ചേർന്ന് ഭഗവത് ആരാധന ചെയ്യാൻ ഒക്കില്ല, ധാർമ്മികമായിട്ട് ജീവിക്കാൻ ഒക്കില്ല എന്ന് വരുമ്പോൾ ധർമ്മഗ്ലാനിയായി. ഇത് ഓരോ വ്യക്തികളിലും പരിഹരിക്കപ്പെടണം, അല്ലാതെ സാമൂഹിക നിയമങ്ങൾ കൊണ്ടോ ഗവൺമെന്റ് കൊണ്ടോ ഒന്നും നടക്കില്ല. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. ഓരോ ആളുകളും ചെയ്യുന്ന സാധനയില്, ഭഗവത് ആരാധനയിൽ നമ്മളുടെ ഉള്ളിൽ വന്ന നമ്മൾ സമാധാനമായി. ഇങ്ങനെ നമ്മൾ സമാധാനമായിട്ട് ഇരുന്നാലേ വേറെ ഒരാൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പീസ് കോൺഫറൻസ് നടത്തിയിട്ട് പീസ് വരില്ല. രമണ മഹർഷിയുടെ അടുത്ത് അമേരിക്കയിൽ നിന്ന് കുറേ സ്ത്രീകളാണ് അവർ, കുറച്ച് പേര് മഹർഷിയെ കാണാൻ വന്നു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്റർനാഷണൽ പീസ് കോൺഫറൻസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ മഹർഷി ചോദിച്ചു, എന്നിട്ട് പീസ് ഉണ്ടായോ ചോദിച്ചു. പീസായിട്ട് തീർന്നു ഞങ്ങളെന്ന്. ഷണ്ടോ കൂടി പീസായിട്ട് തീർന്നു. കോൺഫറൻസിന്റെ അവസാനം ഉണ്ടായത് അതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ശാന്തി വരില്ല. അപ്പൊ ശാന്തി, ഭഗവത് ഭക്തി എന്ന് പറയണത് ഏകാന്തമായി ഉള്ളില് വളർത്തിയെടുക്കണം. ഈ രസവാദം വൈദ്യ പോലെ, ഇരുമ്പ് സ്വർണമാക്കി എടുക്കണ പോലെ ഓരോ വ്യക്തിയും ഭഗവൻ നാമം ജപിച്ചും ഭഗവത് ഭക്തി ചെയ്തും അധ്യാത്മ സാധന ചെയ്ത് ഉള്ളില് പ്രകാശിക്കുന്ന പ്രിയം, ആത്മാവിന്റെ സ്വരൂപം തന്നെ പ്രിയമാണ്. ഭക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണ പക്ഷ പ്രമോദ ഉത്തര പക്ഷ ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. പ്രിയം എന്നുള്ളത് അതിന്റെ ശിരസ്സാണ്. മോദം, പ്രമോദം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ആനന്ദ സ്വരൂപമാണ്. അങ്ങനെയുള്ള ആനന്ദ സ്വരൂപമാണ് കൃഷ്ണാവതാരം. അപ്പൊ കൃഷ്ണൻ അവതരിക്കുന്നത് ഹിസ്റ്ററിയിൽ 5000 വർഷം മുമ്പല്ല, ഇപ്പോ നമ്മളുടെ ഹൃദയത്തിലാണ് ഭഗവാൻ അവതരിക്കേണ്ടത്. അതിന് അവതരിക്കാൻ തടസ്സം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കുക. അതാണ് അവതാരം. ധർമ്മഗ്ലാനി നീക്കല്, നമ്മളുടെ ഉള്ളിലുള്ള ദോഷങ്ങളൊക്കെ നീക്കല്. അതിന് ഭഗവത് ഭക്തിക്ക് മുഖ്യമായ ഒരു വഴി, നാരദ ഭഗവാൻ ഭക്തിസൂത്രം എഴുതി. ഭഗവാൻ നാരദനാണ് വേദവ്യാസന ഗുരു. അപ്പൊ ഭക്തിസൂത്രം എഴുതി. ഭക്തിസൂത്രം എഴുതിയപ്പോ പറഞ്ഞു എന്തൊക്കെയാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. ഒരു ലക്ഷണം പറഞ്ഞു, കഥാദിഷു അനുരാഗ. ഭഗവത് കഥാശ്രവണത്തിൽ ഒരു അനുരാഗം, ഒരു പ്രിയം. നല്ല മെഡിറ്റേഷനാണ്, നല്ല മെഡിറ്റേഷനാണ്. അപ്പോൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് അനങ്ങാതെ ഇരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ പറയും മനസ്സ് എവിടേക്കോ ഓടി. അങ്ങനെ മനസ്സൊന്നും ഓടാതെ അലൗകികമായ വിഷയത്തിനെ ശ്രവണം ചെയ്യാം. ശരിക്കും ഈ ഭാഗവത് എഴുതിയിട്ട് വ്യാസൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വിഭൂതി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു വിഭൂതി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താ വിഭൂതിയുടെ വിശേഷം എന്ന് വെച്ചാൽ, അത് ശ്രവണം ചെയ്യുന്ന ആളുടെ ഹൃദയത്തില് അപ്പോ സമാധി അനുഭവം ഉണ്ടാവും. എന്നുവെച്ചാൽ അങ്ങനെ കേൾക്കണം. എന്താണ്? ശുശ്രൂഷുഭിഹി തക്ഷണാത് സദ്യോ ഹൃദി അവരുദ്ധ്യതേത്ര കൃതിഭിഹി ശുശ്രൂഷുഭിഹി തക്ഷണാത്. ആ ക്ഷണം മുതൽക്ക് തന്നെ ആ ഭഗവാൻ, കാരണം ഭഗവാൻ നമ്മളുടെ ഉള്ളിലൊക്കെ പ്രകാശിക്കുന്നുണ്ട്. ഭഗവാൻ മാത്രമേ പ്രകാശിക്കണുള്ളൂ. ഭഗവാന്റെ പ്രകാശം എടുത്തിട്ടാണ് സൂര്യൻ പ്രകാശിക്കണത്, ചന്ദ്രൻ പ്രകാശിക്കണത്, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത്. ആ ഭഗവാന്റെ പ്രകാശം കൊണ്ടാണ് വിശ്വം ഉള്ളതായിട്ട് തോന്നണത്. നമ്മൾ പറയണു ലോകമുണ്ട്, ഭഗവാനെ കാണാനില്ല. അറിഞ്ഞവർ പറയണു ഭഗവാനേ ഉള്ളൂ, ലോകമില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബാക്കിയുള്ളവർ പറയണത്, നമ്മൾ പറയണതോ ജഗത്ത് ഉണ്ട്, ഭഗവാൻ എവിടെ ഉണ്ടെന്ന് കുറെ ആളുകൾ, ഇല്ല എന്ന് കുറെ ആളുകൾ, അല്ലേ? അപ്പോ ഈ ജഗത്ത്, ഈ ലോകം തന്നെ പ്രകാശിക്കുന്നത് ആ ഈശ്വരന്റെ പ്രകാശം കൊണ്ടാണ്. പ്രകാശാത്മികയാ ശക്ത്യാ പ്രകാശാനാം പ്രഭാകരഃ പ്രകാശയതി യോ വിശ്വം പ്രകാശോ നഃ പ്രകാശതാം. സുരേശ്വരാചാര്യരുടെ ശ്ലോകാണ്. പ്രകാശാത്മികയാ ശക്തിയ. ഈ പ്രകാശം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ശക്തിയാണ്. ആ ശക്തി കൊണ്ട് പ്രകാശാനാം പ്രഭാകരഃ,
സൂര്യന് പ്രകാശം കൊടുക്കുന്നു, ചന്ദ്രന് പ്രകാശം കൊടുക്കുന്നു, നക്ഷത്രങ്ങൾക്ക് പ്രകാശം കൊടുക്കുന്നു, അഗ്നിക്ക് പ്രകാശം കൊടുക്കുന്നു. നമ്മുടെ ശരീരത്തിലിരുന്ന് കണ്ണിന് പ്രകാശം കൊടുക്കുന്നു, ചെവിക്ക്, മൂക്കിന്, നാവിന്, എല്ലാത്തിനും പ്രകാശം കൊടുത്തുകൊണ്ട് പ്രകാശാനാം പ്രഭാകരഃ പ്രകാശയതി യോ വിശ്വം. ഈ വിശ്വം മുഴുവൻ ഏതൊരു പ്രകാശം കൊണ്ട് കാണപ്പെടുന്നുവോ സപ്രകാശ നഹ പ്രകാശത. ആ പ്രകാശം ഞങ്ങൾക്ക് പ്രകാശിക്കട്ടെ. സത്സംഗത്തിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. സത്സംഗമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ ഉള്ളില് ആ പ്രകാശം നിറഞ്ഞു നിൽക്കട്ടെ. ആ ചൈതന്യപ്രകാശം, ആ ഭഗവത് പ്രകാശം ഉള്ളില് നിറഞ്ഞു നിൽക്കട്ടെ. അതിനൊരു വഴി, ഒരു വിഭൂതിയായിട്ട് പറഞ്ഞു ഈ ഭഗവത് കഥ. ഈ കഥാശ്രവണം, കുറച്ചു നേരത്തേക്ക് ഭഗവത് കഥ ശ്രവിച്ചാല് ഭഗവാൻ സദ്യ ഹൃദയവരുദ്ധ്യത്തെ. നമ്മളുടെ ഹൃദയത്തില് ഭഗവാൻ ആ ക്ഷണം പ്രകാശിക്കും. അത്ര കൃതിഭിഃ ഇദം ഹി പുംസസ്തപസശ്രുതസ്യ വാ സ്വീഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഃ അവിച്യുതോർത്ഥഃ കവിഭിർനിരൂപിതോ യദുത്തമശ്ലോകഗുണാനുവർണ്ണനം. ഭഗവത് ഗുണവർണ്ണനം ശ്രവിക്കുമ്പോ മനസ്സ് സ്വയമേവ അലൗകികമായ മണ്ഡലത്തിലേക്ക് ഉയർന്നു പോകും. അത് ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണകഥ മാത്രമല്ല, ഭഗവാന്റെ കഥകൾ, ഭക്തന്മാരുടെ കഥകൾ, അധ്യാത്മ സാധനാ ചരിത്രമൊക്കെ കേൾക്കണം. ഒരു ഗ്രഹണം ഇപ്പൊ കഴിഞ്ഞല്ലോ, ഒരു 3 മണിക്കൂർ. ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു സൂര്യഗ്രഹണത്തിന് തിരുവണ്ണാമലയില് ഗണേശന ഭഗവാന്റെ കഥ പറയണം. ഞങ്ങൾ ആ സമയത്ത് ഇരുന്നു. ഏകദേശം 4 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ചിലപ്പോൾ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ആ ഭഗവത് കഥാശ്രവണത്തിൽ പോകും. അതൊരു സമാധിയാണ്. ഈ കഥാശ്രവണം ഒരു സമാധിയാണ്. മനസ്സ് ലോകവിഷയങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്. ഭഗവത് കഥാശ്രവണത്തിൽ ലോകം മറന്നുപോകും, ശരീരം മറന്നുപോകും, മനസ്സില് ധ്യാനം ഉണ്ടാവും, സമാധി ഉണ്ടാവും. ഭഗവാൻ നാരദ മഹർഷിക്ക് പോലും ഈ ഭക്തി ഉണ്ടായത് ഈ കഥാശ്രവണം കൊണ്ടാണ്. നാരദൻ ഋഷികൾക്കൊക്കെ സേവ ചെയ്യുന്ന സ്ഥലത്ത് കൊച്ചുകുട്ടിയായിട്ട് ഇരിക്കുമ്പോ അവര് പറയുന്ന കഥകളൊക്കെ കേട്ട് അസ്ഖലിത പ്രിയശ്രവസ്യ അസ്ഖലിതാമതിർമമ. ഭഗവാൻ ഒരു പ്രത്യേക പേര് പറഞ്ഞു, പ്രിയശ്രവ. ഹരി എന്നോ കൃഷ്ണൻ എന്നോ രാമൻ എന്നോ അല്ല, പ്രിയശ്രവ. കേൾക്കും തോറും ഇൻപം തോന്നുന്ന വ്യക്തിയോ വസ്തുവോ എന്തോ കേൾക്കും തോറും ഒരു പ്രിയം, ഒരു ഇൻപം, ഒരു ആനന്ദം. ആ ആനന്ദസ്വരൂപനായ ഭഗവാനില് എന്റെ മനസ്സ് നിന്നു എന്ന് നാരദൻ പറയാണ്. എന്നുവെച്ചാൽ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ചിത്തമങ്ങനെ ഉയർന്ന് ലോകം മറന്നുപോയി അലൗകിക മണ്ഡലത്തിൽ നിന്നപ്പോ ആ ഗുരു വിളിച്ചിട്ട് ജ്ഞാനോപദേശം ചെയ്തു അത്രേ. നോക്കൂ, അല്ല, ഭാവസമാധി വന്നിട്ട് ജ്ഞാനോപദേശം. നമ്മുടെ ഭഗവാൻ പറഞ്ഞു, ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്ത് ഇരുത്തലേ ഉന്തിപര പരഭക്തി തത്വം ഉന്തിപര. ആദ്യം ഭാവബലം. ഭാവബലം എങ്ങനെ വരും? ഭഗവാന്റെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രവേശിക്കണം ചിത്തം. ഏതെങ്കിലും കേനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശയേത്. ഏതെങ്കിലും വിധത്തിൽ ഭഗവാനിൽ മനസ്സ് പ്രവേശിച്ച് ഭാവുകത്വം, ഉള്ളിലെ എമോഷണൽ ഫോക്കസ്, പ്യുവർ ഇമോഷണൽ ഫോക്കസ്, സാത്വികമായ ഇമോഷണൽ ഫോക്കസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാമസങ്കീർത്തനം ഭജനയും ഒക്കെ ചെയ്യുമ്പോൾ അതാണ്. ഒക്കെ മറന്നുപോയി ഭഗവാനിൽ മനസ്സ് ഏകാഗ്രപ്പെട്ട് കഴിഞ്ഞ് ലോകം അങ്ങോട്ട് മറന്നു. അപ്പോ ആണ് പതുക്കെ ആ മനസ്സിനെ തത്വജ്ഞാനത്തിന് പരിഭാഗപ്പെടുത്തിയെടുക്കാൻ അപ്പോഴേ ഒക്കുള്ളൂ. ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശാസ്മി തത്വതഃ. അപ്പോ ആത്മോപദേശം ചെയ്യുമ്പോൾ ജ്ഞാനുണ്ടാവും. അതാണ് ശുഖബ്രഹ്മ മഹർഷി 7 ദിവസം ഭാഗവത കഥയൊക്കെ പറഞ്ഞ് അവസാനം പരീക്ഷത്തിന് തത്വമസി എന്ന് ഉപദേശിച്ചു. അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം. അപ്പോഴാണ് അതിന് തയ്യാറായത് ചിത്തം. ഇപ്പോ കൃഷ്ണാവതാര കഥ ദശമസ്കന്ധത്തില് 10ാമത്തെ സ്കന്ധത്തിലാണ് വരുന്നത് ഭാഗവതത്തില്. ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയാണ്. കൃഷ്ണ ജനനം
നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം, ഭഗവത് സ്മൃതി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം, ഭഗവത് ധ്യാനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. പരീക്ഷിത്ത് ചോദിക്കുകയാണ് ശുകബ്രഹ്മ മഹർഷിയുടെ അടുത്ത്, ഒന്ന് കഥ പറയൂ. കഥിതോ വംശവിസ്താരഃ ഭവതാ സോമസൂര്യയോഃ രാജ്ഞാം ച ഉഭയവംശ്യാനാം ചലിതം പരമാദ്ഭുതം യദോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമാ തത്രാംശേന അവതീർണസ്യ വിഷ്ണോഃ വീര്യാണി ശംസനഃ അവതീര്യ യദോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ കൃതവാൻ യാനി വിശ്വാത്മാ താനിനോ വദ വിസ്തരാത്. എനിക്ക് ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് പറഞ്ഞു തരും. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താപി കർമ്മശേഷവശതഃ യേതേന യാതാ ഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈവ ആഗതൈഃ. നാരായണ ഭട്ടതിരി കൃഷ്ണാവതാരം ആരംഭിക്കുമ്പോൾ സാന്ദ്ര ആനന്ദ തനു എന്നാണ് ഭഗവാനെ വിളിക്കണം. നാരായണി ആരംഭിക്കുമ്പോൾ എങ്ങനെ ആരംഭിച്ചു എന്നല്ല പറഞ്ഞല്ലോ. സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം എന്ന് പറഞ്ഞു. ഇത്രയും വിശേഷണമാണ്. സാന്ദ്ര ആനന്ദ അവബോധം, സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറഞ്ഞു. അതേ കാര്യം ദശമസ്കന്ധത്തിൽ കൃഷ്ണകഥ പറയുന്ന സന്ദർഭത്തിൽ ഭട്ടതിരി സാന്ദ്ര ആനന്ദ തനു, സാന്ദ്ര ആനന്ദ ശരീരി. അപ്പൊ ഭഗവാൻ ഒരു ശരീരം എന്താന്ന് വെച്ചാൽ പുറത്ത് ശരീരമൊന്നുമില്ല. ഇപ്പൊ ധർമ്മത്തിന് തന്നെ ഒരു രൂപം പറയാൻ പറ്റില്ല. ധർമ്മം എന്ന് വെച്ചാൽ എന്താ? എവിടെയും കാണാൻ ഒക്കൂ. മനുഷ്യന്റെ ഉള്ളിലുള്ള സത്യത്തിലുള്ള വിശ്വാസം, ത്യാഗത്തിലുള്ള വിശ്വാസം, അതൊക്കെ എല്ലാവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തുപോയി ജീവനോടെ തിരിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് ആളുകൾ തീരുമാനിച്ചാൽ മതി, അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടാൻ തീരുമാനിച്ചാൽ നമ്മൾ പുറത്തു പോയാൽ തിരിച്ചു വരില്ല. തിരിച്ചു വരുന്നത് എന്താന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്. ആരും ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല. എല്ലാവർക്കും പരസ്പര വിശ്വാസമുണ്ട്. മനസ്സിൽ ധർമ്മമുണ്ട്. അപ്പൊ ധർമ്മം പുറത്തൊരു രൂപത്തിലില്ല, മനസ്സിലാണുള്ളത്. അതേപോലെ ഭഗവത് ഭക്തിയും മനസ്സിലാണ്, ഭാവത്തിലാണ്. അത് ഭക്തി ഭാവത്തിൽ വരുമ്പോൾ അടുത്തുള്ള ആൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഭക്തി ഇങ്ങനെ പുറത്ത് പൂജ, കുറേ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് അർച്ചിക്കൽ, ഇതൊക്കെ ചെയ്യാം. ഇപ്പോഴൊക്കെ നമുക്ക് എളുപ്പമായി. ഓർഡർ ചെയ്താൽ പൂ കിട്ടും. പൂ പറിച്ചു കൊണ്ടുപോലും വരണ്ട, ഓർഡർ ചെയ്താൽ ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കും. അപ്പൊ അങ്ങനെ പൂജ ചെയ്തിട്ട് കാര്യമില്ല. ഭഗവത് ഭക്തി ഹൃദയത്തിലാണ്, ഭക്തന്റെ ഹൃദയത്തിലാണ്. ആ ഭക്തി മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് സംക്രമിക്കും, കണ്ടേജിയസ് ആണ്. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞു. ഒരിക്കല് ആ കൃഷ്ണഭാവത്തില് നാമസങ്കീർത്തനം ചെയ്ത് ഭാവസമാധിയില് സമുദ്രത്തിൽ വീണു. ജഗന്നാഥില്, പുരിയില് സമുദ്രത്തിൽ വീണു. അപ്പോ ഒരു മുക്കുവൻ കടലിലേക്ക് ചാടി മഹാപ്രഭുവിനെ കെട്ടിപ്പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. ആ സ്പർശം ചെയ്തതോടുകൂടെ ഈ മുക്കുവന് ബാഹ്യപ്രജ്ഞയൊക്കെ പോയി. ഈ മുക്കുവൻ ബാഹ്യപ്രജ്ഞയൊക്കെ പോയി. അയാള് രാവും പകലും ആനന്ദത്തില് നർത്തനം ചെയ്യാണ്, തന്നെ മറന്ന് ഭാവുകനാവാണ്. ഭഗവത് ഭാവനാമണ്ഡലത്തില് ഒരു ലഹരി, ഒരു ആനന്ദ ലഹരിയിലിരിക്കുകയാണ്. ഇയാള് സ്പർശിച്ചാൽ അവിടെ ഉള്ള മറ്റു മുക്കുവന്മാരുടെ ഉള്ളിലേക്കൊക്കെ ഇതിപ്പോ ഈ കറണ്ട് അടിച്ച ആള് തൊട്ടാ കറണ്ട് അടിക്കുന്നൊക്കെ പറയണ പോലെ ഭഗവതാശ്രിതാശ്രിതാനുഭാവ എന്ന് ഭാഗവതം പറയും. ഭഗവാനെ ആശ്രയിക്കുന്നവനെ ആശ്രയിക്കാന്ന്. അങ്ങനെ സ്പർശമാത്രത്തില് ഈ ഭാവം എല്ലായിടത്തും പ്രചാരമായി. അവസാനം ഈ മുക്കുവക്കുടിലുള്ളവരൊക്കെ വിഷമത്തിലായി.
ആരും മീൻ പിടിക്കാൻ പോണില്ല. എല്ലാവരും ഹരേ രാമ ഭഗവൻ നാമ കീർത്തനം ചെയ്ത് നർത്തനം ചെയ്യാണ്. നോക്കൂ, അനുഗ്രഹം വന്നു. അപ്പോ അങ്ങനെ എല്ലാവരും ആ സ്ത്രീകളൊക്കെ കൂടെ ചെന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കൂ ഇങ്ങനെ ആയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കുടുംബം നടത്തണ്ടേ? ഇവരൊക്കെ കുറേ പേരിങ്ങനെ ആയിപ്പോ. എല്ലാവരും ഭഗവത് ഭക്തിയിൽ ഡാൻസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു അത്രേ, ഇതിപ്പോ നിത്യമായിട്ട് വന്നതല്ല. കാരണം അവരവര് സാധന ചെയ്ത് വന്നാലേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഭജനയ്ക്ക് പോയാൽ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഒരു ഭാവം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം നമ്മളാണ്, നമ്മളുടെ വാസനയൊക്കെ ഉണ്ടല്ലോ ഉള്ളില്. അത് ഇവിടെ വന്ന് ആ മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ പഴയ ആള് തിരിച്ചു പോയി. അത്ര എളുപ്പത്തിലൊന്നും ആ ഭക്തിയൊന്നും അങ്ങനെ നിൽക്കില്ല. അടുത്ത ന്യൂസ് കണ്ടാൽ മതി. അത് തന്നെ ചിലർ സത്സംഗത്തിലേ ഇങ്ങനെയാണ് ഇരിക്കുക, ഭാഗവതത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയൊന്നും എളുപ്പത്തിൽ നമ്മൾ മാറുന്നു പ്രതീക്ഷിക്കാൻ പറ്റില്ല. പതുക്കെ പതുക്കെ പറ്റും. അപ്പോ ഈ ഭക്തന് ഈ മുഖസ്ത്രീകളൊക്കെ ചെന്ന് പറഞ്ഞപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒട്ടും ഭഗവത് ഭക്തിയെ ഇല്ലാത്ത വരണ്ട മനസ്സുള്ള ഒരാളുടെ വീട്ടിൽ ചെന്ന് ഇത്തിരി അരി വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നിട്ട് അത് പാചകം ചെയ്ത് കൊടുത്താൽ മതി, ഇയാളുടെ ഭക്തി പോയിക്കോളൂന്ന്. ഭക്ഷണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ ഭഗവത് ഭക്തി ഭക്തനിൽ നിന്ന് ഭക്തനിലേക്ക് പോകും. സാന്നിധ്യം മാത്രം കൊണ്ടുപോകും, സ്പർശം കൊണ്ടുപോകും, അന്നം കൊണ്ടുപോകും, നാമ ഉപദേശം കൊണ്ടുപോകും, കീർത്തനാദികൾ കൊണ്ട് പ്രചരിക്കും. രാമകൃഷ്ണ പരമഹംസരുടെ സ്പർശം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് എത്രയോ ആളുകൾ മാറിയിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് രാമകൃഷ്ണ പരമഹംസരുടെ ദർശനമാത്രം കൊണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഭക്തി. അത്ര എളുപ്പമാണ്. വിവേകാനന്ദ സ്വാമികൾ എടുത്ത് പറയുന്നു, സ്പിരിച്വാലിറ്റി ഈസ് സോ സോളിഡ്, സോ റിയൽ that I can hand over it to you as I can hand over a flower. അദ്ദേഹം പറയണു, അമേരിക്കയിൽ ഞാൻ ലെക്ചർ ചെയ്തു എന്ന് വിചാരിക്കുകയാണോ? അല്ല, ഐ ജസ്റ്റ് ഗേവ് ദം സ്പിരിച്വാലിറ്റി. അനുഭവം, അധ്യാത്മ അനുഭവം വാരിക്കോരി കൊടുക്കായിരുന്നു എന്നാണ്. അപ്പോ ഇതാണ് ഇവിടെ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ പരീക്ഷിച്ച് ചോദിക്കണേ, എനിക്ക് കൃഷ്ണ കഥ പറഞ്ഞു തരൂ. കഥിതോ വംശവിസ്താരഃ ഭവതാ സോമസൂര്യയോ. സൂര്യവംശ കഥയൊക്കെ പറഞ്ഞു, കുറേ രാജാക്കന്മാരുടെ കഥ പറഞ്ഞു 9ാമത്തെ സ്കന്ധത്തില്. 9ാമ സ്കന്ധത്തിന് കേരളത്തില് പറയണത് തീവണ്ടി, ഭാഗവത തീവണ്ടി എന്നാണ്. എന്താന്ന് വെച്ചാൽ തതസ്തത് സുതഃ തത്സുതഃ തതത്സുതഃ തത്സുതഃ തതത്സുതഃ തത്സുതഃ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ശ്ലോകത്തില്. തത്സുതഃ അവന്റെ മകൻ, അവന്റെ മകൻ, അവന്റെ മകൻ, അവന്റെ മകൻ, അവന്റെ മകൻ എന്ന് വെച്ചാൽ ഇത് തീവണ്ടി പോലെ തത്സുതഃ 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 തതത്സുതഃ. തീവണ്ടി പോലെ ഇല്ലേ കേൾക്കാൻ? ഇതിന് ഭാഗവത തീവണ്ടി എന്ന പേര്. അപ്പോ ദശമസ്കന്ധത്തിൽ ഇവരുടെ മകൻ, അവരുടെ മകൻ, നമ്മൾ നാട്ടുപുറത്ത് കേൾക്കുന്ന വർത്തമാനേ. ഇവരുടെ മകൻ, അവരുടെ പേരക്കുട്ടി, ഇവരുടെ മരുമകൻ, ഇവരുടെ മരുമകൾ, ഇവരുടെ കല്യാണം, ഇങ്ങനെ കുറേ കഥകള്. ഈ കഥയൊക്കെ എന്തിനാ ഇപ്പൊ ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞതെന്ന് വെച്ചാൽ അതിലാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതോടെ പോയിക്കോട്ടെ എന്നാണ്. അങ്ങനെയാണ്, അതിലാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് കേട്ടാ മതി, അതോടെ പോയിക്കോട്ടെ. അപ്പോ ശുഖബ്രഹ്മ മഹർഷി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു. പരീക്ഷിത്ത് പറഞ്ഞു, നോക്കൂ ഇതൊക്കെ എന്തിനാ പറയണേ? എനിക്ക് കൃഷ്ണ കഥ പറയും. ഭഗവാൻ കൃഷ്ണാവതാരം ചെയ്ത് എന്തൊക്കെ ചെയ്തു ആ ലീലകള്, ആ ദിവ്യചരിത്രം പറഞ്ഞു തരൂ. അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. സന്യാസികൾ, സർവസംഘ പരിത്യാഗികളായ പരമഹംസന്മാരൊക്കെ അത് രുചിക്കുന്നു. ശുഖബ്രഹ്മ മഹർഷി ദൃഷ്ടാന്തം, എത്രയോ പരമഹംസന്മാർ ആ മാർഗത്തിൽ വന്നവര് ദൃഷ്ടാന്തം. നിവൃത്തതർഷൈഹി ഉപഗീയമാനാത്. നിവൃത്തതർഷൈഹി, തൃഷ്ണ എന്ന് വെച്ചാൽ ആഗ്രഹം, ആഗ്രഹങ്ങളൊക്കെ പോയിട്ടുള്ളവര്.
അവര് പാടി നടക്കുന്നു എന്നാണ് കൃഷ്ണകഥ. നിവൃത്തദർശൈഹി ഉപഗീയമാനാത്. അതെന്താ? ഈ സത്സംഗം ഇതിപ്പോ ക്ലാസ്സാണോ? ചിലരൊക്കെ പറയണത് ക്ലാസ് ഉണ്ടോ സ്വാമി എന്നാണ്. ഞാൻ പറഞ്ഞു, ഞാനേ ക്ലാസ് വിട്ടിട്ടാണ് സന്യാസി ആയിരിക്കണം. സ്കൂള് പഠിക്കുന്ന കാലം മുതൽ ഈ ക്ലാസ്സിനോടുള്ള വിരോധമാണ്. അപ്പൊ ക്ലാസ് എന്ന് പറയരുത്. പിന്നെ ഇതെന്താ? ഔഷധം. ആഴക്കൊന്ന് പറഞ്ഞു, കല്ല് വേണോ? നീല നിറ കല്ല്, അല്ലെ? കല്ല് വിൽക്കാൻ നടക്കുകയാണെന്നാണ്. നീല നിറ കല്ല് വിൽക്കാൻ നടക്കുക. ഈ കല്ല് എന്താന്ന് വെച്ചാൽ മരുന്നാണ്. ശിവ വിശ്വസ്യ ഭേഷജീ, ഒരു ഭേഷജമാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേര് തന്നെ, ഔഷധം, ഭേഷജം, വിഷക്, അല്ലേ? അവൻ ഔഷധമാണ്, അവൻ മരുന്നാണ്, അവൻ ഡോക്ടറുമാണ്. വേദ്യോ വൈദ്യ സദായോഗി. വേദ്യോ വൈദ്യ, ഈ വൈദ്യനെ അറിയണമെന്നാണ്. ആരാ വൈദ്യൻ? ഒരു ജീവൻ മുക്ത പുരുഷൻ, ഒരു ജ്ഞാനി, വൈദ്യനാണ്. അത്തരത്തിലുള്ള വൈദ്യനെയാണ് ആദ്യം നമസ്കരിക്കുന്ന. അഷ്ടാംഗ ഹൃദയം ആരംഭിക്കുമ്പോൾ ആയുർവേദത്തിന് പ്രമാണമായി കേരളത്തിൽ സ്വീകരിക്കുന്ന അഷ്ടാംഗ ഹൃദയം ആരംഭിക്കുമ്പോൾ നമസ്കാരം ഫിസിക്കൽ ഫിസിഷ്യൻ അല്ല. നമസ്കരിക്കുന്നത് അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. ആ അപൂർവ വൈദ്യന് നമസ്കാരം. ആരാണ് എന്ന് വെച്ചാൽ രാഗാദി രോഗാന് സതതാനുഷക്താന് അശേഷകായ പ്രസൃതാനശേഷാന് ഔത്സുക്യ മോഹ അരതിതാൻ ജഘാന. അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. രാഗദ്വേഷങ്ങളാവുന്ന രോഗങ്ങളെ നീക്കുന്ന ആ അപൂർവ വൈദ്യനെ നമസ്കരിക്കുന്നു. ആ അപൂർവ വൈദ്യൻ ആരാണ്? ഒരു ജീവൻ മുക്ത പുരുഷൻ, ഒരു പരമഹംസൻ, ഒരു ജ്ഞാനി. അങ്ങനെയുള്ള ആളെ ഒരു ഗുരു എന്ന് പറയാൻ ഒക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗുരുനാഥനെ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള ഒരു യോഗിയെ, മുനിയെ ബന്ധിച്ചുകൊണ്ടാണ് ആയുർവേദ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു, വലിയ മരുന്നാണ്. ഭവൌഷധാത്, സംസാര രോഗത്തിന് ഒരു ഔഷധമാണ്. എന്താ? കൃഷ്ണകഥ. ഈ കഥ കേട്ടോളൂ. ഔഷധമാണ്, മരുന്നാണ്. ഭവൌഷധാത്. പക്ഷെ ഈ മരുന്ന് വായു കൊണ്ട് കഴിക്കേണ്ടതല്ല. ചില മരുന്നൊക്കെ കഴിച്ചാൽ തുപ്പും, അല്ലേ? നമ്മള് ഇത് വായു കൊണ്ട് കഴിക്കേണ്ടതല്ല. ശ്രോത്രമനോഭിരാമാത്. ചില ആയുർവേദ മരുന്നൊന്നും കഴിക്കാൻ ഒക്കില്ല. ഞങ്ങൾക്ക് കുട്ടിക്കാലത്തൊക്കെ ചില ഇതിനൊക്കെ ഈ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു. ആ വൈദ്യന് ഞങ്ങൾ സ്ഫോടയ വൈദ്യൻ എന്നാണ് പറയാം. എന്താന്ന് വെച്ചാൽ ദിവസം കുളിച്ച് വരുമ്പോൾ ഒരു മന്ത്രം ജപിക്കും, സ്ഫോടയ 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 എന്ന് പറഞ്ഞിട്ട്. അയാൾ ആരെയോ മന്ത്രം ജപിച്ച് ഓടിക്കുകയാണെന്ന് തോന്നും. ഒരു മരുന്നുണ്ടാക്കിയിട്ട് അതിങ്ങനെ നമ്മുടെ ആടിൻ്റെ വിസർജനം പോലെ ഉണ്ടാവും. അതാണ് കറുപ്പ് കറുപ്പായിട്ട് തരിക. അത് വാങ്ങിച്ചിട്ട് പതുക്കെ പുറകു വശത്ത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകും. എന്താന്ന് വെച്ചാൽ കഴിച്ചാൽ കശപ്പാണ്, അത് തികട്ടിപ്പോരും. അപ്പോ അങ്ങനത്തെ മരുന്നൊന്നും അല്ലാതെ പിന്നെ എന്താ? ശ്രോത്രമനോഭിരാമാത്. ഇത് ഇയർ ഡ്രോപ്സ് ആണ്, ചെവിയിൽ ഒഴിക്കേണ്ടതാണ്. നേരെ ചെന്ന് മനസ്സിന് അഭിരാമം, ആനന്ദം തരുന്നതാണ്, ശാന്തി തരുന്നതാണ്, സമാധി തരുന്നതാണ്. യത് ലബ്ധ്വാ യത് ജ്ഞാത്വാ പുമാൻ മത്തോ ഭവതി, സ്തബ്ധോ ഭവതി, തൃപ്തോ ഭവതി, ആത്മാരാമോ ഭവതി, ന കിഞ്ചിത് വാഞ്ചത്തെ, ന ശോചതി, നോത്സാഹി ഭവതി, ന രമത്തെ. ആത്മാരാമനായിട്ട് തീരുന്നു, ഉന്മത്തനായിട്ട് തീരുന്നു. ആനന്ദലഹരി നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോല്ലോല്ലാസിതുല്യം ഖലു വിമലതരം സത്വമാഹുഃ തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വചഃ ത്വത്കലാസു ഏവ ഭൂമൻ. നിഷ്കളമായ ശുദ്ധ സാത്വികമായ നിർമ്മലമായ ചിദാകാശത്തില് നിഷ്കമ്പേ, ഒരു ചലനല്ലേ അതില്. നിത്യപൂർണേ, അത് പരമപൂർണമായിട്ടുള്ള വസ്തുവാണ്. നിരവധി പരമാനന്ദ പീയൂഷരൂപേ, പരമാനന്ദ പീയൂഷരൂപമായ ഭഗവത് തത്വത്തില്
നിർലീന അനേക മുക്താവലി സുഭഗതമേ. കടലിൽ ധാരാളം മുത്തുണ്ട്. അതുപോലെ ഈ ആനന്ദ സമുദ്രത്തിൽ മുക്താവലി എന്ന് വെച്ചാൽ ജീവൻ മുക്തന്മാരുടെ ഒരു കൂട്ടം തന്നെ മുങ്ങിക്കിടക്കുന്നുണ്ട് അത്ര അതിനകത്ത്. നിർമ്മല ബ്രഹ്മസിന്ധൗ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു കല്ലോലോല്ലാസി തുല്യം കലു വിമലതരം സത്വമാഹു. ആ നിശ്ചലതയില്, നിശ്ചല തത്വത്തില്, നിശ്ചലം പരിപൂർണ നിശ്ചലമായതിനെ അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഉണ്ട് അസ്ഥിതാമാത്രമായ വസ്തു, അറിയാനുള്ളതല്ലാതെ. അറിവതിന്റെ സ്വരൂപമാണ്. സത്യം, ജ്ഞാനം, അനന്തം അത് അതിന്റെ സ്വരൂപമാണ്. അറിവതിന്റെ സ്വരൂപമാണ്. അതിനെ അറിയാൻ വേറെ ഒരാളില്ല. അറിവിനെ അറിയാൻ മറ്റൊരാളില്ല അവിടെ. അത് സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശമായ നിശ്ചലത്തില് ഒരു ചെറിയ കല്ലോലം എന്നാണ് അവിടെ പറയുന്നത്. ഒരു അലവിട്ടുള്ളൂ അത്രേ. എന്താന്ന് വെച്ചാൽ ഈ യോഗിയുടെ നിധിധ്യാസനം ഉണ്ടല്ലോ, അത് എന്റെ സ്വരൂപമാണ് എന്നുള്ള ആ തിരിച്ചറിവ് രൂപത്തിൽ ഒരു ചെറിയ തരംഗം അതിലുണ്ടാവണു. അത് ശുദ്ധസത്വമാണ്. ഖലു വിമലതരം സത്വമാഹു തദാത്മാ. അത് ആത്മാവാണ്. ഗുരുവായൂരപ്പ, നീ നിഷ്കളനാണ്. ആര് പറഞ്ഞു സകലൻ? കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വചഃ ത്വത് കലാസു ഏവ ഭൂമൻ. ബാക്കി പുറമേക്ക് നാമരൂപാത്മകമായിട്ടുള്ളതൊക്കെ കലകളാണ്. ഇത് നിഷ്കളമാണ്. അങ്ങനെയുള്ള വസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു മരുന്നാണത്. സംസാര ദുഃഖമൊക്കെ ഉള്ളെന്ന് വിട്ടുപോയി ഉള്ളിൽ ശാന്തി ഉണ്ടായി, ആനന്ദമുണ്ടായി, തൃപ്തി ഉണ്ടായി. ഭവൌഷധം, സംസാര രോഗത്തിന് ഒരു മരുന്ന്. ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ചോളാം. ഈ മരുന്ന് ഒരിക്കലും ഇല്ലാതാവില്ല. പിത്തം തെളിയ മരുന്ന് ഒன்று இருக்குது. ഒരു തമിഴ് പാട്ട്, ഗോപാലകൃഷ്ണ ഭാരതി പാട്ട്. பேரின்பமன்று உள்ளே மற்ற மருந்து தின்றாலும் உள்ளுக்கு செல்லாது. வேற ஏதாவது மருந்து சாப்பிட்டாலும் உள்ள இருக்கிற ரோகம் மாறாது. இந்த மருந்து தான் வேணும். ഔഷധം ജഗത സേതു സത്യധർമ്മപരാ. വിഷ്ണു സഹസ്രനാമത്തിൽ വേറെ ഒരു പേര്, രണ്ടാമത്തെ പ്രാവശ്യം. അപ്പൊ ഔഷധം, ഭേഷജം, വിഷക് എല്ലാം ഭഗവാനുള്ള പേരാണ്. അപ്പോൾ ശരിയായ മരുന്ന് എന്താണ്? വൈദ്യോ ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരി. ഇതാണ് ജാഹ്നവീതോയം. നിങ്ങൾ കാശിയിലേക്കും ഹരിദ്വാർ ഋഷികേശിലൊന്നും പോണ്ട. ഇവിടെ ഈ സത്സംഗ ശ്രവണം ഉണ്ടല്ലോ, ഇത് ഭവൌഷധാത്. ഇത് വലിയ മരുന്നാണ്. എത്ര കണ്ടു അറിയോ ഈ ജീവിതത്തില്? ഈ മരുന്നുള്ളിൽ ചെല്ലുമ്പോ ജീവിതത്തിലുണ്ടായ വിഷമമൊക്കെ മാറി, ദുഃഖമൊക്കെ മാറി, ശാന്തി വന്ന ജീവന്മാരെ എത്ര പേരാ? ഈ വിദ്യ മാത്രമായിട്ട് അറിയണം. ഇതിനോട് വേറെ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഭവൌഷധാത്. ചെവി കൊണ്ട് കേൾക്കണം, വേണ്ട വിധത്തിൽ കേൾക്കണം. എന്നിട്ട് മനസ്സില് അത് നേരെ ഡയറക്റ്റ് കണക്ഷൻ ഹൃദയത്തിലേക്കാണ്. ശ്രോത്രമനോഭിരാമാത്. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് പറയണത് കൊണ്ട് ഭട്ടതിരി പറഞ്ഞു, ചെവിയിലൂടെയും കണ്ണിലൂടെയും. ഇയർ ഡ്രോപ്സ് ഐ ഡ്രോപ്സ് ആണ്. നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുഖാംബോധി പൂരേ രമേരൻ. ചെവിയിലൂടെയും കുടിക്കാം, കണ്ണിലൂടെയും കുടിക്കാം. പക്ഷേ ചെവിയിലൂടെ ഉള്ളില് ഈ വസ്തു, ഈ സത്യം, ഈ തത്വം ശ്രവണം ചെയ്യണം. ഭഗവത് തത്വ ശ്രവണം കൊണ്ട്, പിന്നെ മനനനിധിധ്യാസനം കൊണ്ട് ഉള്ളിലുള്ള അജ്ഞാനം, അവിദ്യ നീങ്ങുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ ഈ ശരീരമാണ്, എനിക്ക് ജനനമുണ്ട്, മരണമുണ്ട് എന്നുള്ള ഈ ഭ്രമമൊക്കെ നീങ്ങി ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ആത്മാവാണ്, ചൈതന്യമാണ്. എനിക്ക് ജനനമോ മരണമോ ഇല്ല, എനിക്ക് ഒരു ദുഃഖവും ഇല്ല, എനിക്ക് മനസ്സോ ശരീരമോ ഇല്ല, ഞാൻ ശുദ്ധ ചൈതന്യമാണെന്നുള്ള സാക്ഷാത്തായിട്ടുള്ള അനുഭവത്തിനെ ആ അറിവ് കാണുന്നു. നോക്കണം, അറിവ് ഒന്നും ഉണ്ടാക്കില്ല. അറിവ് ഉള്ള വസ്തുവിനെ പ്രകാശിപ്പിക്കുകയാണ്. നിത്യസിദ്ധമായ വസ്തുവിനെ ആ അറിവ് പ്രകാശിക്കുമ്പോ ഈ ജീവൻ മുക്തനായിട്ട് തീരും. ഉത്തമശ്ലോക ഗുണാനുപാദാത് പുമാൻ വിരജ്യേത വിനാ പശുഗ്നാത്. മഹാപാപിയാണ്, ഇതിനോട് രുചിയില്ലാത്ത ആണെന്നാണ്. സത്സംഗത്തിൽ കൊണ്ടാക്കിയിട്ട് അവര് പോകും. എന്താന്ന് വെച്ചാൽ തലയിലെഴുത്ത്.
ഒരാൾ എന്നോട് പറഞ്ഞു, സ്വാമി 10 വർഷം ഭാര്യയെ സത്സംഗത്തിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ അടുത്തുള്ള ചായക്കടയിൽ പോയിരിക്കും. എനിക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കത് കേട്ടാൽ ഇഷ്ടാവില്ല. 10 വർഷം പക്ഷെ ഒരു കാര്യം ചെയ്തു, ഭാര്യയെ കൊണ്ടാക്കി സത്സംഗത്തിൽ കൊണ്ടാക്കും. എന്നിട്ട് ആ സത്സംഗം കഴിയുന്നവരെ ചായക്കടയിൽ ഇരുന്നിട്ട് ആ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ 2 മണിക്കൂർ കഴിയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ അവസാനിക്കുന്ന ആ ശ്ലോകങ്ങൾ പോലും ചെവിയിൽ വീഴാതെ ഞാൻ എന്നെ രക്ഷിച്ചു. പക്ഷേ ആ ചെയ്ത നല്ല കാര്യം ഉണ്ടല്ലോ, അവരെ കൊണ്ടാക്കിയതിന്റെ നല്ല കാര്യം, ഒരു ദിവസം ആ അമ്മ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇതുവരെ കൊണ്ടാക്കണ്ടല്ലോ, ഇവിടെ ഊണ് കഴിച്ചിട്ട് പോവും സപ്താഹത്തിൽ. അങ്ങനെ നല്ല ശാപ്പാട് ഒരു ദിവസം ഊണ് കഴിച്ചു. അപ്പൊ തോന്നി അടുത്ത ദിവസം ഊണ് കഴിക്കണം തോന്നി. പിന്നെ തോന്നി ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഇത്രയും ഒരു നല്ല മനുഷ്യനാണ്, അപ്പോ ഒരു നന്ദി കാണിക്കണ്ടേ, അപ്പൊ ഇത്തിരി ഇരുന്ന് കേട്ടിട്ട് പോവാന്ന് തോന്നി. അങ്ങനെ ഊണ് കഴിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് കേൾക്കാൻ തുടങ്ങിയതാണ് സ്വാമി. ഇപ്പോ രാവും പകലും ഈ ശ്രവണമേ ഉള്ളൂ. ജീവിതം ധന്യമായി. പക്ഷെ തോന്നും 15 വർഷം വേസ്റ്റ് ചെയ്ത് കളഞ്ഞല്ലോ. ഒരുപാട് വർഷങ്ങള് ശ്രവണം ചെയ്യാതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ എന്റെ സമയം ഇതായിരിക്കാം. അത് എപ്പോ ചെവിയിൽ കിടക്കുന്നുവോ, യഹ് കർണനാടീം പുരുഷസ്യ യാതഃ ഭവപ്രദാം ഗേഹരതിം ഛിനത്തി. ഉള്ളിലുള്ള ദോഷങ്ങളെയൊക്കെ നീക്കി മനസ്സിന് ശാന്തി, ആനന്ദം തരുന്നു. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് കൃഷ്ണകഥ പറഞ്ഞു തരൂ. വീര്യാണി തസ്യാഖില ദേഹഭാജം അന്തർബഹി പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ മൃത്യുമുതാമൃതം ച മായാ മനുഷ്യസ്യ വദസ്വ വിദ്വൻ. ഇങ്ങനെ പരീക്ഷിച്ച് ചോദിച്ചപ്പോ ശുഗബ്രഹ്മ മഹർഷി പറഞ്ഞു, ഞങ്ങള് സന്യാസികള്, പരമഹംസന്മാർ ഇന്ന് ഭിക്ഷ കിട്ടും, നാളെ കിട്ടാതിരിക്കാം, കിട്ടിയാലായി, ഇങ്ങനെ നടക്കുന്നവരാണ്. പക്ഷെ നിങ്ങളൊക്കെ രാജാക്കന്മാരാണ്. സമയാസമയത്തിന് ആഹാരം കഴിച്ച് വേണ്ട പാലും ഭക്ഷണവും പഴവും മധുര പലഹാരങ്ങളും ഒക്കെ കഴിച്ച് പഴകിയ ആളുകളാണ്. വിശക്കില്ലേ, ഒന്ന് പോയി വല്ലതും കഴിച്ചിട്ട് വരുമെന്ന് പറയാം. അപ്പൊ പരീക്ഷിത്ത് പറയാ, സ്വാമി എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹവുമില്ല, എനിക്ക് സാധാരണയായിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ല, ദേഷ്യം വരും, ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ പാചകം ചെയ്യുന്ന ആളുകളെ ചീത്ത വിളിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് ദേഷ്യവുമില്ല, വിശപ്പുമില്ല, ദാഹവുമില്ല. നൈഷാതി ദുസ്സഹാക്ഷുന്മം ത്യക്തോദമപി ബാധത്തെ പിബന്തം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. പിബന്തം ഹരികഥാമൃതം പിബന്തം. ഞാൻ ഹരികഥയാകുന്ന അമൃതം പിബത ഭാഗവതം പിബത ഭാഗവതം പിബത ഭാഗവതം ഞാനിങ്ങനെ രസിച്ചു കുടിക്കാം. അതുകൊണ്ട് എനിക്ക് വയറ് മാത്രമല്ല, ഹൃദയം നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, ശാന്തമായി. അല്ലെങ്കിൽ സഹിക്കാനൊക്കില്ല ഈ വിശപ്പും ദാഹവും. ഇപ്പൊ ഒന്നും അറിയണില്ല. അതുകൊണ്ട് പറയൂ, ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകിസ്സ ഭഗവാനഥ വിഷ്ണുരാധം. നോക്കൂ, ഇങ്ങനെ രസം വരണം കഥയിൽ. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് പാലക്കാടൊക്കെ പോലെ തന്നെ 10-25 വർഷമായിട്ട് പ്രഭാഷണം സത്സംഗം നടന്നിട്ടുണ്ട്. അപ്പോൾ പലരും അന്ന് 10 വയസ്സ് 15 വയസ്സുള്ള കുട്ടികൾ, അപ്പൊ ഇവരൊക്കെ 3-4 വയസ്സ് കുട്ടികളായിട്ട് ഇരുന്ന് കേൾക്കാൻ തുടങ്ങിയവരാണ്. അവിടെ സത്സംഗത്തിൽ കിടന്ന് ഉറങ്ങി തുടങ്ങിയവരാണ് അവരൊക്കെ. അവിടുന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പൊ ഇത്രയും വർഷങ്ങളായി കഥാശ്രവണം ചെയ്ത കുട്ടികളാണ് പലരും ഇപ്പോൾ ഇവിടെ ഇരിക്കണവരും. മുമ്പ് ഇവിടെ ഇരുന്ന് ഇതേ ഹാള് ഇവിടെ നടന്ന ഭാഗവത സപ്താഹം
അത് എന്തോ ഒരു വിചിത്ര ശക്തിയോടുകൂടെ ലോകം മുഴുവൻ പ്രചരിച്ചു. 2 കഥ പറയാം. ഒന്ന്, ചെന്നൈയിൽ പ്രഭാഷണത്തിന് ഒരുപാട് വർഷം പോയിട്ടേ ഇല്ല. ബോംബെയിൽ പോയി, ഡൽഹിയിൽ പോയി. ഉള്ളിലൊരു വിചാരം അവിടെ ധാരാളം ഉണ്ട്, നമ്മൾ എന്തിനപ്പോൾ പോണതെന്ന് പറഞ്ഞ് വരാമെന്ന് പറയും, പോവില്ല. പിന്നെ നമുക്ക് നമ്മളുടെ തമിഴൊക്കെ അന്ന് വളരെ അത്രയൊന്നും നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അങ്ങനൊന്നും പോയില്ല. അപ്പൊ ചെന്നൈയിലെ ഒരു രമണാശ്രമം, ഒരു ചെറിയ സെന്റർ ഉണ്ട്. ഈ ഹാളിന്റെ ഒരു എത്ര ഉണ്ടാവും, ഒരു സെന്റർ ഉണ്ട്. അവിടുത്തെ അതിൻ്റെ നടത്തിപ്പ് വയസ്സായ അദ്ദേഹം 100 വയസ്സായിപ്പോ. ഇപ്പോൾ 100ആയി. രമണ മഹർഷിയുടെ മടിയിൽ കിടന്ന കുട്ടിയാണ്. ഭഗവാന്റെ വലിയ ഭക്തൻ മാനവാസി രാമസ്വാമി അയ്യരുടെ മകൻ. എന്നുവെച്ചാൽ അവരുടെ അച്ഛന് 60 വയസ്സിന് ശേഷം ജനിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് 100 വയസ്സായി. അപ്പം അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ചെന്നൈയിൽ വരണം, സത്സംഗത്തിന് വരണം. കുറച്ച് വർഷം തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ പോയി. അപ്പം അദ്ദേഹത്തിന് എന്നെ ആർക്കും അറിയില്ല മദ്രാസിൽ. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എല്ലാവരുടെ അടുത്തും എന്ന് പറഞ്ഞ് ആ ഹാളിൽ അദ്ദേഹം തമിഴ്നാട്ടിലുള്ള വളരെ പ്രസിദ്ധമായ, ചെന്നൈയിലുള്ള പ്രഭാഷണം ചെയ്യുന്ന ചില ആളുകൾ, വളരെ പ്രസിദ്ധമായ ആളുകൾ, രാമകൃഷ്ണ മഠത്തിലെ ഒരു സ്വാമി, അവരെയൊക്കെ വിളിച്ച് അവരെയൊക്കെ ആദ്യത്തെ ടോക്കൊക്കെ വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ പ്രഭാഷണം ഒരു 50-60 ആളുകൾ ഉണ്ടായിരുന്നു. അവര് അവസാനിക്കാറാവുമ്പോൾ ഞാൻ സന്ധ്യാവന്തനത്തിൽ പോയി. അപ്പൊ ഇദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വേഗം വാങ്ങോ, പോയി 50 പേര് தான் இருக்காவா, போயிடுவா, வேக சந்தியாவந்தனம் பண்ணிட்டு வாங்கும். நான் சொன்னேன், போறவாள்லாம் போட்டு இருக்கிறவா, நீங்க ஒருத்தர் இருந்தா போறோம். நான் சொல்றேன், ஆள்லாம் வேண்டாம். நம்மளுக்கு தெரியாம யாராவது பட்டிமன்றத்துக்கு பேசுறவாள்லாம் கேட்டுவிட்டு அப்புறம் அவ நம்ம சத்சங்கம் கேட்க உட்காரணும்னு எனக்கு நிர்பந்தம் கிடையாது. പോട്ടെ. അതുകൊണ്ട് അദ്ദേഹം, ഞാൻ അവിടെ സന്ധ്യാവന്തനം കഴിച്ചു, ഇത് കഴിഞ്ഞ് വരാം, ധൃതിയെ കൂട്ടണ്ടാകുന്നു. അദ്ദേഹം പുറത്തു പോയി പിറുപിറുക്കണത് ഇങ്ങനെ എനിക്ക് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവണില്ല ഞാൻ എത്ര ബുദ്ധിമുട്ടി ഇവരെയൊക്കെ കൊണ്ടുവന്നു. ഒരു 50-60 ആളുകളെ കൂട്ടി സത്സംഗത്തിന്. ഇവരും ഇപ്പോൾ പോകും, ചെന്നൈയിലുള്ള ക്രൗഡിനെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പാവം, അദ്ദേഹത്തിന് ജനുവിനായിട്ടുള്ള ആഗ്രഹമാണ്. അത് കഴിഞ്ഞ് ശബ്ദമേ ഇല്ല. ഞാൻ സന്ധ്യാവന്തനമൊക്കെ കഴിച്ച് ഒരു 10-20 മിനിറ്റിന് ശേഷം പുറപ്പെടുമ്പോൾ അദ്ദേഹം ഓടി ഉള്ളിൽ വന്നു, റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നെ നടക്കുന്നത് തെരിയല്ല, ഹാളിൽ ഇടം ഇല്ല, വെളിയിലെല്ലാം ഉட்கார்ந்துருக்காங்க. അവരുടെ ഹാളിൽ സ്ഥലമില്ല, വെളിയിലൊക്കെ ആളുകൾ ഇരിക്കണു, എന്താ നടക്കണമെന്ന് അറിഞ്ഞില്ല, കുറച്ച് സ്ഥലം ഉണ്ടാക്കട്ടെ, അതിനുശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയി. എനിക്കും അറിഞ്ഞില്ല, കാരണം എനിക്കിവര് പരിചയമൊന്നുമില്ല. അപ്പോൾ ആ സത്സംഗം കഴിഞ്ഞ ശേഷം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, കുറേ അമ്മമാര് അവിടെ ഈ നെല്ലിശ്ശേരിയിൽ നടന്ന സപ്താഹം അതിൻ്റെ കാസറ്റ് CD എടുത്ത് അവരുടെ ഇടയിൽ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഭാഗവത സപ്താഹം കേട്ടിട്ട് വന്ന ആളുകളാണ് അവിടെ. അവരൊക്കെ കൂടി ഈ സദസ്സിൽ നടന്ന സപ്താഹമാണ്. അങ്ങനെ വന്നവരാണ് അവർ. ഒരുപാട് പേരും അങ്ങനെ വന്നതാണ്. ഒരു 10-250 പേരപ്പോഴേക്കും വന്നു. പിന്നെ അവിടെ ആ വർഷം അവിടെ കഴിഞ്ഞു. ഒരു വർഷം കൂടെ അവിടെ ചെയ്തു. പിന്നെ പറ്റിയില്ല. പിന്നെ അടുത്ത് ശൃംഗേരി മഠത്തിൻ്റെ ഹാളിലേക്ക് പോയി. അവിടെയും പറ്റാതായി. പിന്നെയാണ് നാരദഗാന സഭയിലേക്ക് ഒരു 1600-2000 പേർക്ക് 1500 പേർക്ക് മേലെ ഇരിക്കാം അങ്ങനെയുള്ള ഹാളിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ ഇവിടെ നടന്ന സപ്താഹമാണത്. ഇവിടെ നടന്ന ഭാഗവത സപ്താഹം ഇവരൊക്കെ ഇങ്ങനെ കുട്ടികളായിട്ട് ഇരുന്ന് കേൾക്കണത്. അപ്പൊ ഈ കഥാശ്രവണത്തിന്റെ രുചി പറഞ്ഞ് തിരുവനന്തപുരത്ത് ഇങ്ങനെ കുറെ പേര് കേൾക്കും. അപ്പോൾ അതിലൊരു കുട്ടി, ഇപ്പോൾ അയാൾക്ക് 10-35 വയസ്സായി. അയാൾ പറയായിരുന്നു എന്നോട്, എന്തോന്നറിയില്ല, മനസ്സിലാവുമൊന്നുമില്ല, പക്ഷെ വന്ന് കേൾക്കണം. അപ്പൊ അവിടെ അമ്പലമുക്ക് ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഇദ്ദേഹം സ്കൂളിൽ മാഷെ വിളിച്ചു പറഞ്ഞു, മാഷെ നല്ല പനി,
എനിക്ക് വീട്ടിൽ നിന്ന് എണീക്കാൻ വയ്യ, നല്ല കുളിരും പനിയായിട്ട് വിറയിലായിട്ട് ഇരിക്കണു, ഒന്ന് സ്കൂളിലേക്ക് വരില്ല എന്ന് പറഞ്ഞത്. മാഷ് ശരി നോക്കി മരുന്നൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. ഇയാൾ നേരെ സൈക്കിൾ എടുത്ത് അമ്പലമുക്കിൽ ഭാഗം നുണ പറഞ്ഞിട്ടാണ് വരുന്നത്. അന്ന് ഞാൻ അവിടെ വന്ന് മുമ്പിൽ വന്നിരുന്നു. അടുത്ത് മാഷിരിക്കണം. ഈ മാഷെ വിളിച്ച് പറഞ്ഞതാണ്, ഈ മാഷിരിക്കണു. അയാൾ തൊട്ടു നോക്കിയിടാ, നിനക്ക് വിറയലും പനിയൊന്നും ഇല്ലല്ലോ, നീ എവിടുന്നപ്പോ വന്നു? ചിരിച്ചു. സ്വാമിയുടെ സത്സംഗം കേൾക്കാൻ വേണ്ടി നോണ പറഞ്ഞ അപ്പൊ അയാൾ പറഞ്ഞു, എന്നാ നിന്റെ അടുത്ത് സപ്താഹത്തിന് വരാനോ പറയരുതയോ, ഞാൻ കൂട്ടിക്കൊണ്ടുവരുമല്ലോ തന്നെ. അടുത്ത ദിവസം മുതൽ ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് സ്കൂട്ടറിൽ അവിടുന്ന് ഭാഗവത ശ്രവണത്തിന് വന്നോണ്ട്. അയാൾ പറയാണോ, അങ്ങനെ മാഷും ഞാനുമായിട്ട് ഭാഗവതം കേൾക്കാൻ വന്നു. അപ്പൊ ആ കുട്ടിക്കാലത്ത് കേൾക്കാൻ തുടങ്ങിയത് അവര്. അപ്പോ ഈ കഥാശ്രവണത്തില് അങ്ങനെ രുചി വരണം. എന്നുവെച്ചാൽ നമുക്ക് ഒരു ലോക വിഷയത്തിൽ ഒരു ഇൻട്രസ്റ്റ് വരണ പോലെ. അപ്പൊ പറയാതെ ആ കുട്ടികൾ സിനിമയ്ക്ക് പോകും അല്ലേ? അത് നമ്മൾക്കറിയാം. സിനിമയ്ക്കൊക്കെ സ്കൂളിൽ പറയാതെ പോകുന്ന പിള്ളേരെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഭഗവത് കഥയ്ക്ക് പോവുകയാണെങ്കിൽ ഭഗവാന്റെ ആകർഷണ വലയത്തിൽ പെട്ടു എന്നർത്ഥം. ആകർഷണ വലയത്തിൽ പെട്ടു. അപ്പോഴാണ് നമ്മളങ്ങനെ ഓടി ഓടി പോണത്, ഭഗവത് കഥാശ്രവണത്തിനും സത്സംഗത്തിനും ഒക്കെ ആയിട്ട് ഓടിപ്പോണത്. അങ്ങനെ ഒരു ഭാവം ഉള്ളിൽ വരണം. അതാണ് കവിരജ്യേത പുമാൻ. അപ്പോ ഇവിടെ പരീക്ഷിത്ത് പറയണത്, എനിക്ക് വിശപ്പില്ല, ദാഹമില്ല. നൈഷാദി ദുസ്സഹാക്ഷുമാം ത്യക്തോദമപി ബാധതേ പിബന്തം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വൈയാസകിസ്സ ഭഗവാനഥ വിഷ്ണുരാദം പ്രത്യക്ഷ കൃഷ്ണചരിതം കലികൽമശഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. ആ കൃഷ്ണകഥയെ വ്യാഹർത്തും ആരഭത, കൃഷ്ണകഥ പറയാനായിട്ട് ആരംഭിച്ചു. കൃഷ്ണാവതാരം ഭഗവാൻ അഷ്ടമി തിഥി രോഹിണി നക്ഷത്രത്തില് യശോദയ്ക്കും നന്ദഗോപർക്കും പുത്രനായി രസിച്ചു വളർന്നു വന്ന ഭഗവാൻ അവതരിച്ചത് വസുദേവർക്കും ദേവകിക്കും പുത്രനായിട്ടാണെങ്കിലും വസുദേവസുതം ദേവം വസുദേവസുതം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഒരു ഭക്തൻ ചോദിച്ചു, യശോദ എവിടെ ചോദിച്ചു. എന്താന്ന് വെച്ചാൽ ഭക്തന്മാർക്ക് അവിടെയാണോ പ്രിയമേ? നിങ്ങൾ ഈ ദേവകിയും വസുദേവനും മാത്രം മതി. കൃഷ്ണായ വാസുദേവായ, വസുദേവപുത്രൻ, ദേവകി നന്ദനായ നന്ദഗോപകുമാരായ, 3 പേരും വന്നു. ഗോവിന്ദായ നമോ നമഃ. ആ ഭക്തന് സഹിച്ചില്ല. ഈ ശ്ലോകം ഞാൻ ചൊല്ലില്ല. എന്താന്ന് വെച്ചാൽ യശോദാമ്മയില്ല. യശോദാമ്മയാണ് കൃഷ്ണനെ നോക്കിയത്, വളർത്തിയതും എല്ലാ കളിയും കളിച്ചത് യശോദയുടെ അടുത്താണ്. അതുകൊണ്ട് യശോദാമ്മ എവിടെ പോയി എന്നാണ്. അപ്പോ അങ്ങനെയാണ് ഭക്തന്മാരുടെ ഭാവം. അപ്പോ ഈ കൃഷ്ണാവതാരം ഭഗവാൻ അവതരിച്ച് വസുദേവപുത്രനായി ദേവകീപുത്രനായി ഈ അഷ്ടമി തിഥിയില് രോഹിണി നക്ഷത്രത്തില് ഭഗവാൻ അവതരിച്ചത് ഒരു സിംബോളിക്കാണ്. ജയിലിൻ്റെ ഉള്ളിലാണ്. അതായത് ജയില് തുറന്നിട്ടല്ല ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ അവതരിക്കുമ്പോൾ ഇവരുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ജയിലാണ്. എല്ലാ ബന്ധങ്ങളുടെ ഉള്ളിലാണ് അവതരിക്കണം. അത് വ്യാഖ്യാതാക്കളൊക്കെ വ്യാഖ്യാനം ചെയ്യുന്ന മഹാപുരുഷന്മാർ ഒരു അദ്ഭുതമായൊരു അർത്ഥം പറഞ്ഞു. അതായത് സംസാരത്തിൽ നിന്ന് എല്ലാം വിട്ട് വെളിയിൽ വന്ന ശേഷം ഭഗവത് സാക്ഷാത്കാരമല്ല. സംസാരത്തിൽ പെട്ട് എല്ലാ പ്രശ്നങ്ങളും കൈയും കാലും ഒക്കെ കെട്ടി ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ അവിടെ അവതരിപ്പിക്കണം. ഒരു രക്ഷയില്ലാത്ത സ്ഥലത്ത് വിഷമിച്ചിരിക്കുമ്പോ അവിടെ ഭഗവാനെ വിളിച്ചു കൊണ്ടുവന്ന ജയിൽ വാതിലൊക്കെ തുറന്നുവിടും. കെട്ടൊക്കെ കഴിഞ്ഞു പോകും. പിന്നെ ലീലയാണ്. പിന്നെയാണ് അവിടെ സ്വാതന്ത്ര്യം. ഭഗവാൻ വരുമ്പോ സ്വതന്ത്രനാവുന്നു. ഭഗവാൻ വരുമ്പോ ജയിലിൽ നിന്ന് പുറത്തു പോകുന്നു. ഭഗവാൻ വരുമ്പോ കെട്ടൊക്കെ കഴിയും. താവത് കാരാഗൃഹം ഗൃഹം.
താവത് കാരാഗൃഹം ഗൃഹം, അത്രയും കാലം നമ്മളുടെ ഗൃഹം തന്നെ കാരാഗൃഹമാണ്. ഭക്തി ഇല്ലെങ്കിൽ, തത്വജ്ഞാനമില്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത് കാരാഗൃഹമാണ്. ഒരു സ്വാതന്ത്ര്യമില്ല, ദുഃഖമാണ്, വിഷമാണ്. ആ വിഷമങ്ങൾക്കൊക്കെ നടുവില്, ആ ഇംപെർഫെക്ഷൻസിന്റെ നടുവില്, ആ പ്രശ്നങ്ങൾക്ക് നടുവില്, അതിന്റെ ഇടയിലേക്ക് ഭഗവാനെ കൊണ്ടുവരണം. അല്ലാതെ ഇതൊക്കെ വിട്ട് കഴിഞ്ഞിട്ടല്ല ഭഗവത് സാക്ഷാത്കാരം. ഭഗവാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്വതന്ത്രമാക്കിക്കൊള്ളും, സ്ഥലം ഉണ്ടാക്കിക്കൊള്ളും. പൂരത്തിന്റെ ഇടയ്ക്ക് ആന കയറിയ പോലെ തനിയെ സ്പേസ് ഉണ്ടാവും. ഭഗവാൻ വന്നു കഴിയുമ്പോൾ ബാക്കിയൊക്കെ സ്വാതന്ത്ര്യം തനിയെ വരും, തനിയെ വിമുക്തനാവും, ജീവൻ മുക്തനാവും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നോക്കും, അരബിന്ദോവിനെ പിടിച്ച് ജയിലിലിട്ടു ബ്രിട്ടീഷ്. ജയിലിൽ കിടക്കുമ്പോഴാണ് കൃഷ്ണ ദർശനം. ജയിലിൽ കിടക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ജയിലാണ്. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, തലയിടിക്കും, അങ്ങനെയുള്ള ജയിലിലാണ് ഇട്ടത്. അപ്പൊ വളരെ വിഷമിച്ച് ഉള്ളിൽ ചോദിച്ചു, ഭഗവാനെ എന്തിനാണ് എനിക്ക് ഈ വിഷമം? അപ്പോ ഉള്ളിലൊരു ഇൻസൈറ്റ്, ഒരു അശരീരി വാക്ക് കേട്ടു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞു. ആ ഡേറ്റൊക്കെ പറഞ്ഞു അത്ര ഉള്ളിൽ. എന്താന്ന് വെച്ചാൽ ഈ തീവ്രവാദ സംഘമായിരുന്നു അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇത് വിടൂ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് നീ കേട്ടില്ല. അപ്പൊ നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് ഇതേ വഴിയുള്ളൂ. നോക്കൂ, നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഭഗവാൻ നമ്മളെ പല കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ്. ചിലപ്പോഴൊക്കെ ചില വേദനകൾ, പ്രശ്നങ്ങളൊക്കെ വന്നാലേ നമ്മളിലുള്ള ചില ദൗർബല്യങ്ങളൊക്കെ പോകുള്ളൂ. നമ്മൾ സാധന ചെയ്തിട്ടൊന്നും പോവില്ല. ചില ഇൻറ്റൻസ് പെയിൻ, വേദനകളൊക്കെ വരുമ്പോൾ പല പ്രശ്നങ്ങളും പോകും, പല ദുഃഖങ്ങളും പോകും, പല ദൗർബല്യങ്ങളും പോകും. അപ്പോൾ ആ ജയിലിൽ കിടക്കുമ്പോൾ ഉള്ളിൽ തീരുമാനിച്ചു, ഇനി ഞാനിതാ എന്നെ ഭഗവാന് സമർപ്പിച്ചു. അടുത്ത ദിവസം അവിടുത്തെ ഈ പാറാവ് നോക്കുന്ന വാർഡൻ അയാൾ മാറി. പുതിയതായിട്ട് വന്ന വാർഡൻ എന്തൊക്കെയോ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് പറഞ്ഞു, ഒന്ന് നിൽക്കാനും നടക്കാനും കഴിഞ്ഞ് ജയിലിലാക്കി. പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും തുറന്നു വിട്ടു, നടക്കാൻ വാക്കിംഗ് കൊടുത്തു. അങ്ങനെ ആദ്യം നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വാസുദേവ സർവം, ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ടൊരു ദർശനം ഉണ്ടായി. ജയിൽ കോർട്ട് കേസ് വരുമ്പോൾ വലിയ മഹാപണ്ഡിതൻ, ബുദ്ധിശാലിയാണ് അരബിന്ദോ. എന്തൊക്കെ വാദമാ ചെയ്യേണ്ടതൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പോ ചിത്തരഞ്ജൻ ദാസാണ് വക്കീൽ. അദ്ദേഹം വന്ന് ചോദിച്ചു അരബിന്ദോന്റെ അടുത്ത്, ഞാൻ നാളെ കോർട്ടിൽ പ്രസന്റ് ചെയ്യാൻ പോകണം നിങ്ങളുടെ കാര്യം, എനിക്ക് എന്തെങ്കിലും സഹായം ഉണ്ടോ, എന്തെങ്കിലും എഴുതി തരുമോ, എന്തെങ്കിലും വേണോ, നിങ്ങളെ കുറിച്ച് പറയാം. അദ്ദേഹം ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോ ഉള്ളില് ഭഗവാൻ പറയാണ്, ഞാനാണ് വക്കീൽ, ഞാൻ വാദിച്ചു, നിന്റെ ഈ ഹെൽപ്പ് ഒന്നും വേണ്ട, നിന്റെ ഈ ആർഗ്യുമെന്റ് ഒന്നും വേണ്ട. അതോടുകൂടെ ആ എഴുതി വെച്ചതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഒന്നും എനിക്ക് പറയാനില്ല, നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞോളൂ. കോർട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ജഡ്ജിലും വക്കീലിലും, എതിർവാദം ചെയ്യുന്ന വക്കീൽ, ഗവൺമെന്റിന്റെ വക്കീലിലും ഒക്കെ കൃഷ്ണദർശനമാണ്. ഈ ചിത്തരഞ്ജൻ ദാസ് ഒരേ ഒരു ആർഗ്യുമെന്റ് ചെയ്തുള്ളൂ, ഇദ്ദേഹം ഇപ്പോൾ ഒരു യോഗിയാണ്. ഹി ഹാസ് ടേക്കൺ ടു സ്പിരിച്വൽ ലൈഫ്. ഇനി ഈ മാതിരി പ്രശ്നങ്ങളിലേക്കൊന്നും അദ്ദേഹം വരില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു. കോർട്ട് റിലീസ് ചെയ്തു. അപ്പോഴാണ് ഇദ്ദേഹം ആലോചിക്കുന്നത്, ഇദ്ദേഹം എഴുതി വെച്ച എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമാവുമായിരുന്നു. അദ്ദേഹം മഹാബുദ്ധിശാലിയാണ്, പക്ഷെ ആ യുക്തി എന്തെങ്കിലുമൊക്കെ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോണ്ടിച്ചേരിയിലേക്ക് വരുന്നതൊക്കെ. അപ്പോ ജയിലിന്റെ ഉള്ളിലാണ് ഭഗവത് ദർശനം, ജയിലിന്റെ ഉള്ളിലാണ് വസുദേവർക്കും ദേവകിക്കും ദർശനം.
ജയിലിന്റെ ഉള്ളിലാണ് വസുദേവർ പറയുന്നത്, വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതി പരഃ കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക് രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടലത്വിഷാ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ധാമ കാഞ്ച്യംഗദ കുങ്കും കങ്കണാദിഭിഃ വിരോചമാനം വസുദേവ ഐക്ഷത. അങ്ങനെ ശംഖചക്ര ഗദാപാണിയായി പീതാംബരധാരിയായി നീലമേഘശ്യാമളനായിട്ട് ഭഗവാന്റെ ദർശനം, സഗുണ സാകാരമൂർത്തിയായിട്ട് ഭഗവാന്റെ ദർശനം വസുദേവർക്ക് ഉണ്ടായി. പക്ഷെ ആശ്ചര്യം എന്താ അറിയോ, രൂപത്തിൽ ഭഗവാനെ കാണുമ്പോൾ സാക്ഷാത്കാരം നിർഗുണമാണ്. പട്ടതിരി ഗുരുവായൂരപ്പനെ കണ്ടിട്ട് നിഷ്കളസ്ത്വം സാന്ദ്രാനന്ദ തനോ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ മനസ്സിലാവും. അവിടെ കൃഷ്ണൻ ജനിച്ചിരിക്കണു. വസുദേവരോട് പറയണു, നീ എനിക്ക് ആത്മാവാണ്, ശുദ്ധ ചൈതന്യം. ദേവകി പറയണു, നിർഗുണം നിർവികാരം സത്താമാത്രം എന്നൊക്കെ പറയണു. അതിന്റെ മുമ്പില് സഗുണ സാകാരമായിട്ട് നിൽക്കണു. ഇതൊരു വിചിത്രമാണ്. ഇന്നലെ സഞ്ജനയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചു, ത്യാഗരാജസ്വാമി കീർത്തനം. ദ്വൈതമോ സുഖമാ അദ്വൈതമോ സുഖമാ. ത്യാഗരാജസ്വാമി രാമനോട് ചോദിക്കുകയാണ്, ദ്വൈതം സുഖമാണോ അദ്വൈതം സുഖമാണോ? ഹേ സർവസാക്ഷിയായ ശുദ്ധ ചൈതന്യമാത്രമായ ആത്മാവായ രാമ എന്നോട് പറയൂ. അതിൽ തന്നെ ചോദ്യത്തിൽ ഉത്തരമുണ്ട്. എല്ലാത്തിനും സാക്ഷിയായ ഹേ രാമ, നീ പറയൂ, ദ്വൈതം സുഖമാണോ അദ്വൈതം സുഖമാണോ? നിന്നെ സാഗുണ സാകാരമൂർത്തിയായി ആരാധിക്കുമ്പോൾ ഒരു ആനന്ദമുണ്ട്, ഒരു സൗഖ്യമുണ്ട്. അത് എല്ലാവർക്കും അറിയണതാണ് ഒരു രൂപത്തിൽ. ഇവിടെ തന്നെ രാവിലെ വെങ്കടാചലപതിയുടെ സന്നിധിയിൽ പോയിരിക്കും. എന്തൊരു ഗംഭീര മൂർത്തിയാണ്, എന്തൊരു സൗന്ദര്യം, എന്തൊരു അലൗകികമായ രൂപം. അത് കാണുമ്പോൾ ഒരു സുഖമുണ്ട്. ആഹാ, ഇത് നന്നായിട്ടിരിക്കണമെന്ന് പറഞ്ഞ രാമൻ പറഞ്ഞ ഐ ദ്വൈതി എന്ന് പറഞ്ഞ് കളിയാക്കണു അത്രയും. അപ്പോ ഞാൻ എന്നെ എങ്ങനെ ആരാധിക്കുമ്പോ എന്നെ ദ്വൈതി എന്ന് നീ വിളിക്കണു. അപ്പൊ എന്താ അന്തരംഗം? ഇതാണ് അന്തരംഗം. എന്താ? പരമാർത്ഥമേ അദ്വൈത സത്യമാണ്. പക്ഷെ എന്താ, ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം. മധുസൂദന സരസ്വതി സ്വാമി പറഞ്ഞു, ഭക്തിക്കായിട്ട് ഒരു കാൽപ്പനികമായ ഒരു ദ്വൈതം. അദ്വൈത സാക്ഷാത്കാരമായി കഴിഞ്ഞു, ജ്ഞാനമായിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ? ഭക്തിക്കായിട്ട് ഭഗവാനെ ആ ഭാവത്തിൽ കൽപ്പന ചെയ്ത് ആരാധിക്കുമ്പോൾ ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം. ഭക്തിക്കായിട്ട് ഒരു കൽപ്പനയാണ്. അത് ശരിയായ ദ്വൈതമൊന്നുമല്ല. അത് ഈ അദ്വൈതത്തിനേക്കാളും ഒരു സൗന്ദര്യം കൂടി. എന്താ അദ്വൈതത്തിനേക്കാളും സുന്ദരമാവുമോ വസ്തു? അദ്വൈതം അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് വാസ്തവമായ ദ്വൈതമല്ല. ഇതിൽ അദ്വൈത ഹാനിയില്ല. ഇത് ജീവൻ മുക്തന്റെ ആനന്ദത്തിന് വേണ്ടി കാൽപ്പനികമായ ദ്വൈതമാണ്. ആ കാൽപ്പനികമായ ദ്വൈതം ഇവിടെ രസം, ഒരു ആനന്ദം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അത് തത്വജ്ഞാനം വന്ന ശേഷം മുക്തപുരുഷന്റെ ജീവിതം അങ്ങനെയാണ്. അവിടെ വ്യവഹാരം ചെയ്യുന്ന പോലെ ഒക്കെ തോന്നിയാലും അവിടെ വ്യവഹാരമൊന്നുമില്ല. പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന പോലെ തോന്നിയാലും പ്രവൃത്തിയൊന്നുമില്ല, ബന്ധമൊന്നുമില്ല. ജ്ഞാതേ തത്വേ കഹ സംസാര. തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ സംസാരം, എവിടെ ദുഃഖം, എവിടെ ബന്ധം? അപ്പോ നിത്യമുക്തമായ വസ്തുവില് അറിഞ്ഞു കഴിഞ്ഞ് സ്ഥിതനായ യോഗിക്ക് ഈ ഭക്തിക്കായിട്ട് ശിവനാണ്, രാമനാണ്, കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞ് ബന്ധിക്കുമ്പോൾ ജീവൻ മുക്ത ആനന്ദലഹരി ശിവായാഹ ശംഭോർവ എന്നൊക്കെ ശങ്കരാചാര്യർ ജീവൻ മുക്താനന്ദ ലഹരിയിൽ പറയണം. ദേവിയോ ശിവനെയോ വിഷ്ണുവിനെയോ ഗണപതിയോ ആരെ വേണമെങ്കിൽ ആരാധിച്ചുകൊണ്ട് നടക്കണോ അത്രയും മുക്തപുരുഷൻ. ലൗകികരെ കാണുമ്പോൾ അവരുടെ കൂടെ, വലിയ വിദ്വാൻമാരെ കാണുമ്പോൾ അവരുടെ കൂടെ, കുട്ടികളെ കണ്ട കുട്ടികളുടെ കൂടെ കളിക്കാം. എല്ലാത്തിനോടും
താതാത്മ്യം പ്രാപിച്ച് സർവഭൂത സുഹൃത്തായ ജീവൻ മുക്തന്റെ ആനന്ദലഹരി. ആ ആനന്ദലഹരിയാണ് ഭക്തിയുടെ പരാകാഷ്ഠ. അപ്പോ അത്തരത്തിലുള്ള ഒരു 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 യൗകികമായ ചിത്രമാണ് നമ്മൾ ഭാഗവതത്തിൽ കാണുന്ന ഭക്തി. അലൗകിക ഭക്തിയാണ് ഭാഗവതീ ഭക്തി എന്ന് പറഞ്ഞാൽ. വേൾഡ് മിസ്റ്റിക്കൽ ലിറ്ററേച്ചറിൽ ഇതിനു മേലെ വയ്ക്കാനൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അദ്വൈതജ്ഞാനത്തിന്റെ ശിഖരമാണ് ഭക്തിയുടെയും ശിഖരമാണ്. സർവവേദാന്ത സാരയത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യീക പ്രയോജനം. ഭാഗവതം വലിയ അദ്വൈത ഗ്രന്ഥമാണ്. വസ്തു അദ്വിതീയം, രണ്ടാമതൊന്നില്ല. സർവവേദാന്ത സാരം ബ്രഹ്മാത്മൈകത്വ ലക്ഷണം, ജീവബ്രഹ്മ ഐക്യരൂപമായ ജ്ഞാനമാണ് അതിലുള്ളത്. രണ്ടാമതൊന്നില്ലെന്നുള്ള അദ്വൈതജ്ഞാനമാണ് പ്രകാശിപ്പിക്കുന്നത്. കിം ഭദ്രം കിമഭദ്രം വാ ദ്വൈതസ്യ അവസ്തുനക്കിയത്. കള്ളമാണ് ദ്വൈതം എന്ന് പറഞ്ഞു, ഘോരമാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഈ കഥയും ഭഗവത് ഭക്തിയുടെ ഈ രൂപലാവണ്യമൊക്കെ പറയണതെന്ന് വെച്ചാൽ അത് അലൗകികമാണ്. അതില് അദ്വൈത ഹാനിയൊന്നുമില്ല, ജ്ഞാനത്തിന് ഹാനിയൊന്നുമില്ല. അങ്ങനെയുള്ള അലൗകികമായ വർണ്ണന, ഭഗവാന്റെ വർണ്ണന, ആ ഭഗവാന്റെ ആ ദിവ്യരൂപം, ആ കഥ, ഇതൊക്കെ നമ്മളിന്ന് വൈകുന്നേരം വീണ്ടും തുടർന്ന് കാണും. കൃഷ്ണാവതാരം നമ്മളിങ്ങനെ തൊട്ടുവെച്ചു. ഇപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം രാവിലെ തൊട്ട് വെച്ചത് വൈകുന്നേരം പൊട്ടു വയ്ക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അത് സ്പർശിച്ച് ആ കഥാകാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവത് കൃഷ്ണ കഥകളും കൃഷ്ണ ലീലകളും ഒക്കെ സ്പർശിച്ച് തുടർന്ന് വൈകുന്നേരം നമ്മൾ കാണാം. നൂറിണിയിലെ ഈ ഭാഗവത സന്ദർഭത്തിൽ ഈ ദശമസ്കന്ധം കൃഷ്ണാവതാരം നമ്മൾ പാരായണം ചെയ്ത് ഭഗവാനെ ധ്യാനിച്ച് ജീവിതം സാർത്ഥകമാകട്ടെ, സാഫല്യമാകട്ടെ. നമുക്ക് ഭഗവാൻ ഹൃദയത്തിൽ വൈരാഗ്യം, ഇതിൻ്റെ പുഷ്ടി ഉണ്ടാക്കി തരട്ടെ. ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീകാന്തസ്മരണം.